നമസ്കാരം. സന്നിധാനത്തെ ഭക്തജന തിരക്ക് നിയന്ത്രണാതീതം. കുടിവെള്ളവും ഭക്ഷണവും പോലും കിട്ടാതായതോടെ ചില ഭക്തർ കുഴഞ്ഞു വീണു. മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത കൊണ്ടാണ് തിരക്ക് നിയന്ത്രണാതീതമായതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സമ്മതിച്ചു. സംസ്ഥാനം ആവശ്യപ്പെട്ട കേന്ദ്രസേന ഇതുവരെ എത്താത്തത് നിയന്ത്രണങ്ങൾ പാളാൻ കാരണമായി. സംസ്ഥാനം ആവശ്യപ്പെട്ട കേന്ദ്രസേന എത്താൻ 2 ദിവസം എടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. NDRF, RAF സേനകളുടെ സേവനമാണ് സംസ്ഥാനം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇവർ എത്താൻ 2 ദിവസം കൂടി കഴിയുമെന്ന് ശബരിമലയുടെ ചുമതലയുള്ള ADGP S. ശ്രീജിത്ത് പറഞ്ഞു. ചൊവ്വാഴ്ച മണിക്കൂറുകളോളമാണ് ഭക്തർ ക്യൂ നിന്നത്. പമ്പയിൽ നിന്ന് 6-7 മണിക്കൂറെടുത്താണ് ഭക്തർ നടപ്പന്തലിന് മുകളിലെത്തിയത്. നടപ്പന്തലിൽ ഭക്തർ നിറഞ്ഞതോടെ ദർശനം കഴിഞ്ഞവർക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത അവസ്ഥയുമായി. നിയന്ത്രണങ്ങളെല്ലാം മറികടന്ന് ഭക്തർ നടപ്പന്തലിലേക്ക് എത്തിത്തുടങ്ങി. പലർക്കും 6-7 മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷമാണ് ദർശനം സാധ്യമായത്. തിരക്ക് വർദ്ധിച്ചതോടെ സാധ്യമായ എല്ലാ വഴികളിലൂടെയും ഭക്തരെ കയറ്റിവിടുകയാണ്. ഇരുമുടിയുമായി എത്തിയവരെ സ്റ്റാഫ് ഗേറ്റ് വഴിയും കടത്തിവിടുന്നുണ്ട്. തിരക്ക് കാരണം പല വഴികളിലൂടെ ഭക്തരെ കയറ്റിവിടുന്നതിനാൽ പലർക്കും 18-ാം പടി ചവിട്ടാനായില്ല. ശബരിമലയിൽ ആവശ്യത്തിന് പോലീസിനെ നിയമിച്ചിട്ടുണ്ടെന്നാണ് ADGP S. ശ്രീജിത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാകാത്ത സാഹചര്യം നിലവിലില്ല. ക്രമം തെറ്റിച്ച് വനത്തിലൂടെയും മറ്റും വരുന്നവർ അത് അവസാനിപ്പിക്കണമെന്നും അതാണ് തിരക്കിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും തൊഴാൻ അവസരമുണ്ടെന്നും ദയവ് ചെയ്ത് എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. തിരക്ക് നിയന്ത്രിക്കാനായി നിലവിൽ നിലയ്ക്കലിൽ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടെന്നും ശ്രീജിത്ത് പറഞ്ഞു. സന്നിധാനത്ത് കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടില്ല. മണ്ഡലകാലം തുടങ്ങി ആദ്യ 2 ദിവസത്തിൽ തന്നെ 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ ദിവസം വൈകിട്ട് കഴിഞ്ഞ വർഷം 29,000 പേരാണ് തീർത്ഥാടനത്തിന് വന്നതെങ്കിൽ ഇത്തവണ 55,000 പേരാണ് എത്തിയത്. ഇതിന്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വന്നവരെ പറഞ്ഞുവിടാൻ പറ്റാത്തത് കൊണ്ട് സ്പോട്ട് ബുക്കിംഗ് കൊടുക്കുകയാണ്. നിലയ്ക്കലിലുള്ള സ്പോട്ട് ബുക്കിംഗ് കോട്ട കഴിഞ്ഞാൽ പിറ്റേ ദിവസമേ ദർശനം കിട്ടുമെന്ന് ജനങ്ങൾ അറിയണം. അന്നന്ന് ദർശനം വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഹോൾഡിംഗ് കപ്പാസിറ്റിക്ക് ഒരു പരിധിയുണ്ട്. ശബരിമല ഒരു കാനന പ്രദേശമാണ്. ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കണം. ഒരു ദിവസത്തേക്ക് വെർച്വൽ ക്യൂ പാസ് എടുത്ത ഭക്തർ മറ്റൊരു ദിവസമാണ് വരുന്നത്. ഡിസംബർ 5-ന് ബുക്ക് ചെയ്തിട്ട് ഇന്ന് വരുന്നവരുണ്ടെന്നും S. ശ്രീജിത്ത് പറഞ്ഞു. വന്നവരെ തിരിച്ചുവിടുന്നത് അവർക്കും ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഭഗവാൻ തന്നെ ഒരു പരിഹാരമുണ്ടാക്കും. ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പേടിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. കൊടുത്തിട്ടുള്ള വഴിയിലല്ലാതെ കയറി വരുന്നവരെ എത്രയും വേഗം ദർശനത്തിന് കയറ്റി മടക്കി അയക്കും. അതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് കരുതുന്നത്. ഭക്തജനങ്ങളോട് ബലം പ്രയോഗിക്കാനാകില്ല. ഇന്നുണ്ടായ ബുദ്ധിമുട്ട് തരണം ചെയ്യുമെന്നും ശ്രീജിത്ത് പറഞ്ഞു. ശബരിമലയിലെ തിരക്ക് മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത മൂലമെന്ന ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ സമ്മതിക്കുകയും ചെയ്തു. തിരക്ക് നിയന്ത്രിക്കുമെന്നും നിലവിലെ സ്ഥിതി ഭയാനകമാണെന്നും അദ്ദേഹം പറഞ്ഞു. പമ്പയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് നിയന്ത്രിക്കാൻ പോലീസ് ചീഫ് ഓഫീസർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സ്പോട്ട് ബുക്കിങ്ങിന് പമ്പയിലേത് കൂടാതെ നിലയ്ക്കലിൽ 7 കൗണ്ടറുകൾ കൂടി സ്ഥാപിക്കും. മരക്കോട്ടത്തെയും ശരംകുത്തിയിലെയും ക്യൂ കോംപ്ലക്സുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. 1.5 ദിവസത്തിനിടെ 1.5 ലക്ഷത്തോളം ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. കഴിഞ്ഞ ദിവസവും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. മണ്ഡലകാലത്തിന്റെ ആദ്യ ദിനം തന്നെ തീർത്ഥാടകരെ വഴിനീളെ തടഞ്ഞിടുന്ന സാഹചര്യമുണ്ടായി. ശബരിമല സന്നിധാനത്ത് മരക്കൂട്ടം വരെ കാത്തിരിപ്പ് നീളുകയും എരുമേലിയിലെ പാർക്കിംഗ് മൈതാനങ്ങൾ നിറയുകയും ചെയ്തതോടെയാണ് യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. തിങ്കളാഴ്ച ഉച്ചവരെ അയ്യപ്പന്മാരെ ഇടത്താവളങ്ങളിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ടാണ് വിട്ടത്. പോലീസിന്റെ നിയന്ത്രണം പാളിയതോടെ 18-ാം പടിക്ക് മുൻപിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡും തീർത്ഥാടകർ മറികടന്നിരിക്കുന്ന സ്ഥിതിഗതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 18-ാം പടിക്ക് താഴെ തിരക്ക് അനിയന്ത്രിതമാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലാണ്. പമ്പയിലെ നടപ്പന്തലും നിറഞ്ഞു കവിഞ്ഞു. നിലയ്ക്കലിൽ വൈകിട്ടോടെ 7 സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ സ്ഥാപിക്കും. സാധാരണ വലിയ തിരക്കുള്ള ദിവസങ്ങളിൽ മാത്രം കാണുന്നത്ര ഞെരുക്കമായിരുന്നു വൃശ്ചികം 1-ന് എരുമേലിയിൽ. തലേന്ന് രാത്രി തന്നെ അയ്യപ്പന്മാർ ഇവിടെ എത്തി. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ലാതെ സ്പോട്ട് ബുക്കിങ്ങിനെ ആശ്രയിക്കാൻ നിരവധി പേർ വന്നതാണ് തിരക്കേറാൻ ഒരു കാരണം. ക്യൂ പാലിക്കാതെ ഭക്തർ തള്ളിക്കയറിയതോടെ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറിലെ മേശ തകർന്നു. ബുക്കിംഗ് അരമണിക്കൂർ നിർത്തിവെക്കുകയും ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു ഈ സംഭവം. രാത്രിയിലും പലവട്ടം തിരക്ക് നിയന്ത്രണം വിട്ടു. ഇവിടെ 3 സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുണ്ട്. ഭക്തർ കാത്തു നിൽക്കുന്ന വേളയിൽ തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ക്യൂ തെറ്റിച്ച് ബഹളവുമായി എത്തിയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പൊൻകുന്നം, കൂരാലി, ഇളങ്കുളം തുടങ്ങിയ ഇടത്താവളങ്ങളിൽ അരമണിക്കൂർ വീതമാണ് അയ്യപ്പന്മാരുടെ യാത്ര നിയന്ത്രിച്ച് നിർത്തിയത്. ഓരോ ബാച്ചായിട്ടാണ് ഇവിടെ നിന്ന് ഭക്തരെ വിട്ടത്. ആദ്യ ദിനം തന്നെ വഴിയിൽ തടഞ്ഞിട്ടതിൽ ഭക്തർക്ക് എതിർപ്പുണ്ട്. എന്നാൽ എരുമേലിയിൽ കുരുക്ക് തീവ്രമാകാതിരിക്കാനാണ് ക്രമീകരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. അതേസമയം വെർച്വൽ ക്യൂ പ്രകാരം 70,000 അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് വരുമെന്ന് അധികൃതർക്ക് അറിയാമായിരുന്നില്ലേ എന്നാണ് ഭക്തർ ചോദിക്കുന്നത്.